കോഴിക്കോട് കുറ്റ്യാടി കാവിലുംപാറ കരിങ്ങാട് ഭാഗത്തൊക്കെ ഒരു കുട്ടിയാന വലിയ ഭീതി ഉണ്ടാക്കുകയാണ്. ഈ ഭാഗത്തുള്ള ജനവാസ മേഖലയിലേക്കൊക്കെ എത്തി ഈ കുട്ടിയാന ഇവിടെയുള്ള ആളുകളെയൊക്കെ നിരന്തരം ആക്രമിക്കുന്നു. നിരവധി ആളുകൾക്ക് കുട്ടിയാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും ഈ ആനയെ പിടികൂടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മയക്കുവെടി വെക്കും, തുടർന്ന് ജനവാസ മേഖലയിൽ നിന്നും ഈ കുട്ടിയാനയെ മാറ്റുകയും ചെയ്യും. ഇന്നലെ വൈകിട്ട് ഈ കരിങ്ങാട് ഭാഗത്തുള്ള തങ്കച്ചൻ ആനി ദമ്പതികളെ ഈ കുട്ടിയാന ആക്രമിക്കുകയായിരുന്നു. അവർ ഈ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് കുട്ടിയാനയുടെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ആനി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഒരു 4-4:30-5 മണിയാകാനായപ്പം അവിടെ കുട്ടിയാന വന്ന് ചക്ക പറിച്ച് അവിടെ തിന്നു. അത് തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് അന്നേരം ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അന്നേരം ഇവിടെ ഈ സൈഡിലോട്ടായതുകൊണ്ട് കാണുകയെന്ന് വിചാരിച്ച് വരില്ലെന്നൊന്നും പറയാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആന എന്നെ ഓടിച്ചു. അന്നേരം ഞാൻ അങ്ങോട്ട് ഓടി ഞാൻ അവിടെ മരത്തിന് ചുറ്റും വാഴയ്ക്ക് ചുറ്റും ഓടി എന്നിട്ട് ഞാൻ അവിടെ വീണു. അപ്പോഴത്തേക്കും ചേട്ടനല്ലോ അങ്ങോട്ട് ഒച്ചയിട്ട് വഴക്കുക അതിന് അടിക്കാനായിട്ട് ഓടിച്ചപ്പോഴത്തേക്കും ചേട്ടൻ്റെ പുറകെ പോയിട്ട് അവിടെ റോഡിൽ വീണു ചേട്ടൻ. ഇതും പുറകെ ചെന്നിട്ട് മോന്ത കൊണ്ട് കുത്തുകയും പിന്നെ ചവിട്ടുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ കൈക്കൊക്കെ വേദന പരിക്കുണ്ട്. ഇന്നിപ്പം പിന്നെ കാലിനും നടുവിനും ഒക്കെ വേദനയും പുറത്തൊക്കെ ഇവിടെ വീണപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ കുട്ടിയാനയാണെങ്കിലും അത് വല്ലാതെ ആളുകളെ ആക്രമിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ പരിസരത്ത് കുറേ ആയി വന്നിട്ട് ഇത് പോകുന്നില്ല തിരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ചൂരണിഭാഗത്ത് പോയിട്ട് അവിടെയും ഉള്ളവരെ പിന്നെ ആക്രമിച്ചെന്നാണ് പറയുന്നത്. അതായത് ഈ ആക്രമണം തുടർക്കഥയായതോടു കൂടിയാണ് കുട്ടിയാനയെ പിടികൂടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്, മയക്കുവെടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായി ആനയെ ആദ്യം ട്രാക്ക് ചെയ്യണം. അതിനുവേണ്ടി ഈ ഭാഗത്ത് രാവിലെ മുതൽ തന്നെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും മറ്റ് സന്നദ്ധ സംഘടനകളുമൊക്കെ ചേർന്ന് പരിശോധന നടത്തുകയാണ്. വനത്തിനകത്തേക്ക് ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കരിങ്ങാട് ഈ വീട് കഴിഞ്ഞ മുകളിലേക്ക് വനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്കാണ് ഇപ്പോൾ തിരച്ചിൽ സംഘം പോയത്. കുട്ടിയാനയെ ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം വനം വകുപ്പ് നിശ്ചയിച്ച വെറ്റിനറി ഡോക്ടർ എത്തി നിരീക്ഷിക്കും. ഈ കുട്ടിയാനയുടെ ആരോഗ്യം പരിശോധിക്കും. മയക്കുവെടി വെക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. വെറ്റിനറി ഡോക്ടറുടെ ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു മയക്കുവെടിയിലേക്ക് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആളുകൾ വലിയ ഭീതിയിലാണ്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുട്ടിയാനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനുശേഷം വെറ്റിനറി ഡോക്ടർ എത്തി പരിശോധിച്ചായിരിക്കും മയക്കുവെടി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ നടക്കുന്നു. ഏതായാലും ആളുകൾ വലിയ ഭീതിയിലാണ്. കുട്ടിയാനയാണെങ്കിൽ പോലും ആളുകളെ കണ്ടാൽ ഇത് പെട്ടെന്ന് ആക്രമിക്കുന്നുണ്ട്, അക്രമാസക്തനാണ്. അത് ചെറിയ പരിക്കുകളാണെങ്കിൽ പോലും അത് ആളുകൾക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ ഈ മയക്കുവെടി വെക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.